ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ന്യൂട്ടല്ലയാണ്. ന്യൂട്ടല്ല ഹോം മെയ്ഡായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതാകുമ്പോൾ ഒരുപാട് ഷുഗർ പിന്നെ കെമിക്കൽസൊക്കെ ഉണ്ടാവും. പിന്നെ അത്ര ഹെൽത്തി അല്ല, അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ ഹോം മെയ്ഡ് ന്യൂട്ടല്ല ഉണ്ടാക്കാം. ഇപ്പോൾ കുറേ ഞാൻ വീഡിയോസ് കണ്ടു, ഇതുപോലെ ട്രെൻഡിങ് ആണ്. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ഞാനൊരു റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇതിലേക്കായിട്ട് ഞാൻ 200 ഗ്രാം ഹേസൽനട്ട്, അതുപോലെ 200 ഗ്രാം ആൽമണ്ട് അത്രയാണ് മേടിച്ചിട്ടുള്ളത്. അത് ഞാൻ പ്ലെയിനാണ് മേടിച്ചിട്ടുള്ളത്, സോൾട്ടഡ് അല്ല, അപ്പോൾ റോസ്റ്റ് ചെയ്തിട്ടൊന്നുള്ളതല്ല, പ്ലെയിനാണ്. അപ്പോൾ ഞാനതാണ് ഇപ്പോൾ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹേസൽനട്ട് ഞാൻ ആദ്യം റോസ്റ്റ് ചെയ്യാണ്. റോസ്റ്റ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ സ്കിന്ന് കളയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ, റോസ്റ്റഡ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഞെരടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ പോയി കിട്ടും. ഹേസൽനട്ട് ഫുള്ള് സ്കിന്ന് നമ്മൾ കളയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൽമണ്ടും ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ മോൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ന്യൂട്ടല്ല. ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും അത് ഭയങ്കര ക്രേസാണ്. പക്ഷേ ന്യൂട്ടല്ല എന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിൽ ഒരുപാട് ഷുഗർ ഉണ്ട്. ഞാനൊരു വീഡിയോ ശരിക്കും കണ്ടു. അപ്പോൾ അതിലാണ് ഞാൻ ശരിക്കും പേടിച്ചിട്ടാണ് ഞാൻ പിന്നെ അതിനെന്താ ഒരു വഴി. പെട്ടെന്ന് നിർത്താമെന്ന് പറയുമ്പോൾ അവൾ കഴിച്ച് ശീലിച്ച് പോയി. പിന്നെ അത് നിർത്താമെന്ന് പറയുമ്പോൾ അത് അത്ര വാശി പിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിലുണ്ടാക്കാമെന്ന്. പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് ദോശയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെ മാത്രമല്ലല്ലോ, നമുക്ക് നമ്മുടേതായ വിഭവങ്ങളുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. അപ്പം ഞാനിത് ഇവിടെ ആൽമണ്ടും ഹേസൽനട്ടും കൂടിയിട്ട് നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ 2 സ്പൂണ് ഓയിൽ, നമ്മുടെ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഷുഗറാണ്. ഞാൻ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ജാഗരി ശർക്കരയുടെ പൗഡറാണെന്ന് വെച്ച് കഴിഞ്ഞാലും അതും യൂസ് ചെയ്യാം. അപ്പം ഞാനിതിലേക്ക് 3 സ്പൂൺ ബ്രൗൺ ഷുഗറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഷുഗർ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂണും കൂടി എക്സ്ട്രാ ചേർക്കാം, പക്ഷെ കുറവായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് കൊക്കോ പൗഡറാണ്, പ്യൂറായിട്ടുള്ള കൊക്കോ പൗഡർ. അപ്പോൾ അത് ഇത്തിരി ഡാർക്ക് ചോക്ലേറ്റാണത് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു 2 സ്പൂണ് ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ നിറച്ചിട്ട് 2 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഞാൻ അതിലേക്ക് ചേർക്കുന്നത് വാനില എസൻസ് ആണ്. അതും ഒരു ചെറിയ സ്പൂണ്, വളരെ ചെറിയൊരു സ്പൂണ് ചേർക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാനൊരു എനർജി ബോൾ ചെയ്തിരുന്നു. സെയിം റെസിപ്പി തന്നെയാണ് ഇത് ശരിക്കും. പക്ഷേ അതിൽ നമ്മൾ മിൽക്ക് ചേർക്കണില്ല, നമ്മൾ ബോളായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന കാരണം നമ്മൾ അതിലേക്ക് മിൽക്ക് ചേർക്കില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളത് കുറച്ച്. പിന്നെ അതിൽ കുറച്ച് ഞാൻ കോക്കനട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലെൻഡ് ചെയ്യുമ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ കുറച്ചിട്ട് നമ്മൾ അടിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള ഒരു പേസ്റ്റ് ആയിരിക്കും വരിക. അപ്പോൾ അത് കാരണം കുറച്ചിട്ട് വേണം ബ്ലെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഫുൾ ക്രീമുള്ള മിൽക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് ഒരു കപ്പോളം നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അത്യാവശ്യം എടുത്തിട്ടുള്ള കാരണം കുറച്ചിട്ടായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. പേസ്റ്റ് ആക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി മിൽക്ക് ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ന്യൂട്ടല്ല ജസ്റ്റ് ഒന്ന് ബ്രെഡിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ നമുക്ക് അവർക്ക് ദോശയുടെ കൂടെയൊക്കെ ആയിട്ട് നമുക്ക് സൈഡ് ഡിഷായിട്ട് അങ്ങനെ വെച്ച് കൊടുത്തു വിടാം. അപ്പോൾ അവർക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.